നമസ്കാരം, എല്ലാവർക്കും നെറ്റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യുകെയിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയുടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന വാർത്തയെന്ന് പറഞ്ഞാൽ യുകെയിലെ പെർമനന്റ് റെസിഡൻസി 10 വർഷം ആക്കുന്നതിനെക്കുറിച്ചുള്ളതാണ്. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു അപ്ഡേറ്റുകളും യുകെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നോ ഇവിടുത്തെ മന്ത്രിമാരുടെ ഭാഗത്തുനിന്നോ വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം അവസാനം വന്ന അപ്ഡേറ്റ് ഞാൻ ഇതിൽ അറിയിച്ചിരുന്നു. അപ്പോൾ ഇതുവരെ ഇവിടെ സ്റ്റാർമർ ആയാലും ക്യൂപ്പർ ആയാലും ഇവിടുത്തെ ഒരു മന്ത്രിമാരും നമുക്ക് നിലവിലുള്ളവർക്കാണോ ഇത് ബാധകമാകുന്നത് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ വരുന്നവർക്കാണോ ബാധകമാകുന്ന രീതിയിലുള്ള പ്രസ്താവനയൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിലെ ചോദ്യോത്തര വേളയിൽ 3-4 എം പിമാർ ഈ സെയിം ക്വസ്റ്റ്യൻ കൂപ്പറിനോട് ചോദിച്ചപ്പോൾ പോലും കൂപ്പർ വ്യക്തമായിട്ടൊരു ആൻസർ ഇതുവരെ തന്നിട്ടില്ല. അവർ തന്ന ഒരു ആൻസറിലും ഇവിടെ നിലവിലുള്ള സ്കിൽഡ് വർക്കർ എന്നുള്ള ഒരു വേർഡ് അവർ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയില്ല ഇത് എങ്ങനെയാണ് അവർ തീരുമാനിക്കാൻ പോകുന്നതെന്നുള്ളത്. പിന്നെ കാലാകാലങ്ങളായിട്ട് യുകെയുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോഴുള്ള നിയമമായിരിക്കും കൂടുതലും അവർക്ക് ബാധകമാകുന്നത് വരുന്നവർക്ക്. പിന്നെ അങ്ങനെ വലുതായിട്ട് മാറ്റങ്ങൾ വരുത്താറില്ല കാലാകാലങ്ങളായിട്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ വലുതായിട്ട് ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കാറില്ലായിരുന്നു ജോലികൾ തമ്മിലുള്ളത്. ഇപ്പോൾ അവർ പറയുന്നത് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ളത് നേഴ്സുമാരെയും ഡോക്ടർമാരെയൊക്കെ ഒഴിവാക്കും, കുറച്ച് പേരെ ആയിരിക്കും ഇതിനകത്ത് ഉൾപ്പെടുന്നതൊക്കെ. അന്നേരം അതിനകത്ത് ഡിസ്ക്രിമിനേഷൻ അതിനകത്ത് വരുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ മന്ത്രിസഭ ഈ ഡിസ്ക്രിമിനേഷൻ ആദ്യം തന്നെ ഇവിടെ പ്രൂവ് ചെയ്തിരുന്നു. ഡിസ്ക്രിമിനേഷൻ ഇവിടെ കാണിച്ചിരുന്നു. അവിടെയും ഡിസ്ക്രിമിനേഷൻ അവർ കാണിച്ചത് കെയർ വർക്കേഴ്സിനും സീനിയർ കെയർ വർക്കേഴ്സിനോടുമായിരുന്നു. അന്ന് അവർ കൊണ്ടുവന്ന നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുകെയിലെ എല്ലാ സ്കിൽഡ് വർക്കിൽ വിസയിൽ വരുന്നവർക്കും ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പെർമിഷൻ ഉണ്ട്. പക്ഷേ സീനിയർ കെയറേഴ്സിനും മാത്രമായിട്ട് ഡിപ്പെൻഡൻറ്റ് വിസ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ അതും അവർ ഫ്യൂച്ചറിൽ ഉള്ള രീതിയിലാണ് നിയമം കൊണ്ടുവന്നത്, നിലവിൽ വന്നവർക്ക് ബാധകമല്ലാത്ത രീതിയിൽ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം യുകെ ഗവൺമെൻറ് വെബ്സൈറ്റിൽ വന്ന ആദ്യത്തെ അപ്ഡേറ്റ് വന്നത് മെയ് 11 രാത്രിയാണ്. അന്ന് വന്ന അപ്ഡേറ്റിൽ സ്റ്റാർമർ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഡോക്ടേഴ്സ്, നേഴ്സസ്, NHSൽ വർക്ക് ചെയ്യുന്നവർ, IT ഫീൽഡിലുള്ളവർ, AI മേഖലയിൽ വർക്ക് ചെയ്യുന്ന അങ്ങനെ കുറച്ച് പേര്, അതായത് ഹൈലി സ്കിൽഡ് ആയിട്ടുള്ളവർ യുകെയുടെ എക്കണോമിക്ക് സംഭാവന ചെയ്യുന്നവരാണെന്നും അവർക്ക് ഫാസ്റ്റ് ട്രാക്ക് റൂട്ട് കൊടുക്കും എന്നുള്ളത് മെൻഷൻ ചെയ്തിരുന്നു. പക്ഷേ അവിടെയൊന്നും ഇപ്പോഴും ക്ലിയറായിട്ട് അവർ കാര്യം പറഞ്ഞിട്ടില്ല, ഇത് നിലവിലുള്ളവർക്ക് ബാധകമാണോ ഫ്യൂച്ചറിൽ വരുന്നവർക്കാണോ എന്നുള്ളത്. അത്തരം അതിനുവേണ്ടി നമ്മൾ കാത്തിരുന്നേ പറ്റും. സത്യം പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാർത്തയെന്ന് പറഞ്ഞാൽ നിലവിൽ യുകെയിലുള്ളവരെ ഇത് ബാധിക്കില്ലേ എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുകെയിൽ എത്തിയവരെല്ലാം തന്നെ ഇവിടെ ഒരു പെർമനന്റ് റെസിഡൻസി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ വന്നവരാണ്. അത് കൂടാതെ ഫാമിലിയായിട്ട് വന്നവരുടെ എല്ലാ മക്കളൊക്കെ ഇവിടെ സ്കൂളുകളിലൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. 2-3 വർഷമൊക്കെ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞു കുട്ടികൾ. അന്നേരം അവർക്ക് വീണ്ടും ഒരു തിരിച്ചുപോക്ക് അത്ര നല്ലൊരു കാര്യമല്ല. അതുപോലെ തന്നെ 10 വർഷം ഇവിടെ തുടരുക, അതായത് ഒരു അനിശ്ചിതത്വത്തിലൂടെ 10 വർഷം ഇവിടെ കടന്നു പോകുക എന്നുള്ള അത്ര നല്ലൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് യുകെയിൽ എത്തിയിട്ടുള്ളവർ വർക്ക് വിസയിൽ യുകെയിൽ എത്തിയിട്ടുള്ളവർക്ക് ഒരു സമാധാനം കൊടുക്കുന്ന രീതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു കറക്റ്റായിട്ടുള്ളൊരു ക്ലാരിറ്റി മാധ്യമങ്ങളിലൂടെ കൊടുക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. ഏതെങ്കിലും മാധ്യമങ്ങളിൽ അവരൊന്ന് പ്രസ്താവിച്ചാൽ മതി, ഇപ്പോൾ കൂപ്പർ ആയാലോ അല്ലെങ്കിൽ സ്റ്റാർമർ ആയാലും ഒന്ന് പ്രസ്താവിച്ചാൽ മതി, ഈ നിയമങ്ങളൊന്നും നിലവിലുള്ളവരെ ബാധകമല്ല എന്നത് ഒന്ന് പ്രസ്താവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവരുടെ പ്രശ്നങ്ങളെല്ലാം മാറും. ഇപ്പോൾ നമുക്ക് യുകെയിലെ ന്യൂസ് പേപ്പറുകൾ നോക്കിയാലോ അല്ലെങ്കിൽ TV ചർച്ചകൾ നോക്കിയാലും എല്ലാവരും ഈ ചർച്ചകളിൽ വരുന്നവരെല്ലാവരും ഈ അനിശ്ചിതത്വത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. പലയിടത്തും ഇപ്പോൾ TV ചാനലുകൾ, ഇപ്പോൾ സ്കൈ ന്യൂസൊക്കെ ഇൻ്റർവ്യൂവിന് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടെ ഉള്ളവരും ഇതേ അനിശ്ചിതത്വമാണ് പങ്കുവെക്കുന്നത്. അന്നേരം ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ ഒരുപാട് പേർക്ക് ടെൻഷൻ അനുഭവിക്കുന്നത് യുകെയിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എത്തി 2024-ലും 25-ലും ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നവർ അവരനുഭവിക്കുന്ന ഒരു ടെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കെയർ വിസ നിർത്തലാക്കി. പക്ഷേ അവരൊരു ട്രാൻസിഷൻ അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത് 2028 വരെയാണ്. ആ 2028 വരെ ഇവർക്ക് വിസ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പുതിയടുത്തൊന്ന് മാറുന്നു, അതായത് അപ്ഡേറ്റ് ചെയ്യുന്നതിനോ പ്രശ്നം ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 2028 ആകുമ്പോൾ പെർമനന്റ് റെസിഡൻസി ആയില്ലെങ്കിൽ അവർ എന്ത് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പലർക്കും ഇപ്പോഴുണ്ട്. കാരണം 2024 വരുന്നവർ 2028 ആകുമ്പോൾ നിലവിലെ നിയമം അനുസരിച്ചുള്ള 5 ഇയർ തികയത്തില്ല PR കിട്ടുന്നതിന് വേണ്ടി. അന്നേരം അവർ അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? തിരിച്ചു പോകണോ അതോ വിസ പുതുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളത് ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയാണ്. അന്നേരം വളരെ ക്ലിയർ ആയിട്ട് പറയാം, ഈ 2-3 കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയും യുകെ ഗവൺമെൻറ് ഇതുവരെ തന്നിട്ടില്ല. അന്നേരം ഇപ്പോൾ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യാണ്, പലരും ചോദിക്കുന്നത് എല്ലാ ദിവസവും എന്തിനാണ് ഈ സൈസ് വീഡിയോ ഇടുന്നതെന്ന് ചോദിക്കുന്നു. കാരണം നമുക്കിപ്പോൾ ദിവസം ഒരു 10-50 പേരെങ്കിലുമാണ് ഇതേ സെയിം വിഷയം ചോദിച്ച് മെസ്സേജ് അയക്കുന്നത്, പുതിയ അപ്ഡേറ്റ് വന്നോ എന്ന് ചോദിച്ചത്. അന്നേരം നമുക്ക് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ കിട്ടുന്ന രീതിയിൽ വരും. അന്നേരം ഒരു കാര്യം ഒന്നുകൂടെ പറയാം, കറക്റ്റ് സത്യമായിട്ടുള്ള വാർത്തകൾ മാത്രമേ നമ്മൾ ഈ വീഡിയോയിലൂടെ പുറത്തു വിടത്തുള്ളൂ. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ വിഷമം വരാം. കാരണം നമ്മൾക്ക് പ്രയോജനമുള്ള കാര്യങ്ങൾ കേൾക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ പത്രത്തിൽ വരുന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയാതിരിക്കാൻ പറ്റുകയില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരാം, ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. പക്ഷേ സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുകയുള്ളൂ. പിന്നെ നമ്മൾ പിന്നെ എപ്പോഴും പ്രിപ്പയർ ആയിരിക്കുക. യുകെ ഗവൺമെൻറ് ഇനി എന്ത് നിയമം കൊണ്ടുവന്നാലും നമ്മളത് നേരിടും എന്നുള്ളൊരു തീരുമാനം നമ്മളങ്ങ് എടുക്കുക. നമുക്ക് പല ഓപ്ഷൻസുണ്ട്. ഇവിടെ നിൽക്കണമെങ്കിൽ ഇവിടെ നിൽക്കാം, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് എല്ലാവർക്കും ഉണ്ട്. അതിനുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തുക. അല്ലാതെ യുകെ ഗവൺമെൻറ് ഈ നിയമം കൊണ്ടുവരും അതിൻ്റെ പുറകെ നമ്മൾ നടക്കാതെ അവരെന്തെങ്കിലും ചെയ്യട്ടെ, അത് അവരുടെ രാജ്യത്തിൻ്റെ കാര്യം, അവരുടെ നിയമങ്ങൾ കൊണ്ടുവരുന്നു. എന്നിട്ട് നമുക്ക് നമ്മളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് ഫൈറ്റ് ചെയ്യാം. അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നു, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാം.
അന്നേരം എല്ലാവരും തന്നെ നിങ്ങളുടെ കാര്യം നമ്മളുടെ സൈഡ് എപ്പോഴും ക്ലിയർ ആക്കി വെച്ചേക്കുക. പ്രത്യേകിച്ച് പ്രശ്നങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കുക. പ്രത്യേകിച്ച് കുറ്റകൃത്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. ഇപ്പോൾ നമ്മുടെ വീടുകളിൽ നടക്കുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വീടുകളിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണ്. പ്രത്യേകമായിട്ട് എടുത്തു പറയാം, നല്ല ശമ്പളമൊക്കെ മേടിച്ച് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തവർ യു കെയിലേക്ക് വന്നിട്ടുണ്ട്. അന്നേരം അവർ ചിലപ്പോൾ ഒരാളായിരിക്കും നല്ല ശമ്പളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. കൂടെയുള്ളവർക്ക് അത്ര ശമ്പളം കണ്ടു കാണില്ല. ഇപ്പോൾ അവർ യു കെയിലേക്ക് എത്തിയപ്പോൾ ചിലപ്പോൾ മറ്റൊരു സ്ഥലത്ത് ജോലി ചെയ്യാതിരുന്നവർ ഇവിടെ വന്നപ്പോൾ കൂടുതൽ ശമ്പളവും, ആ രാജ്യത്ത് കൂടുതൽ ശമ്പളം കിട്ടിക്കൊണ്ടിരുന്നവർ ഇവിടെ വന്നപ്പോൾ വലിയ ശമ്പളമില്ലാത്ത ചെറിയ ജോലികളുമൊക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഫാമിലികളിലൊക്കെ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കൂടിക്കൂടി വരികയാണ്. കാരണം ഗവൺമെൻറ് ഇങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വരുമ്പോൾ അവർ തമ്മിൽ തർക്കങ്ങൾ, പല വീടുകളിലും തമ്മിൽ തർക്കമാകി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കാരണമാണ് ഞാൻ വന്നത്, അല്ലെങ്കിൽ നീ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത്, അല്ലെങ്കിൽ നമുക്ക് അവിടെ നല്ല ജീവിതമല്ലായിരുന്നു എന്ന് ചോദിച്ചുള്ള പ്രശ്നങ്ങൾ പല കുടുംബങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അന്നേരം നിങ്ങളെല്ലാവരും ദയവ് ചെയ്ത് പരസ്പരം കുറ്റപ്പെടുത്താതിരിക്കുക. പരസ്പരം കുറ്റപ്പെടുത്തി നിങ്ങളുടെ ലൈഫ് മോശമാക്കാതിരിക്കുക. നമുക്കെല്ലാം ഒരവസരങ്ങളുണ്ട്. നമുക്ക് അത് നേടിയെടുക്കാനുള്ള ശ്രമം നടത്താം, പരസ്പരം കുറ്റപ്പെടുത്താതെ. എന്തായാലും നമ്മളിവിടെ എത്തപ്പെട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പരസ്പരം കുറ്റപ്പെടുത്തിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇവിടെ നിൽക്കാനാണ് നമുക്ക് നല്ലതെങ്കിൽ കഴിയുന്നത് ഇവിടെ നിൽക്കാനുള്ള ശ്രമം നടത്തുക. അതല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകുന്നതാണ് നല്ലതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു രാജ്യത്ത് നല്ല ജോലിയിൽ നിന്നു ആ ജോലി നമുക്ക് തിരിച്ച് കിട്ടും എന്നുണ്ടെങ്കിൽ അതാണ് ബെറ്ററെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള ശ്രമം നടത്തുക. കഴിയുന്നതും നിങ്ങൾ പരസ്പരം വഴക്കിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കുക. കാരണം നമ്മൾ പ്രശ്നങ്ങളുണ്ടാക്കി അത് കൂടിക്കൂടി വരും. ഓരോ ദിവസവും കൂടിക്കൂടി വന്നു ഒരു അടിയൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു അക്രമത്തിലേക്ക് അത് നീങ്ങിക്കഴിഞ്ഞാൽ അതിവിടെ വലിയ പ്രശ്നമായിട്ട് മാറും. കാരണം കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, അതായത് ഇപ്പോൾ ഭാര്യ ഭർത്താവിനെ അടിച്ചോ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ അടിക്കുന്നതൊക്കെ ഇവിടെ വലിയ പ്രശ്നമാണ്. അത് ആരെങ്കിലും എങ്ങനെയെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ, നമ്മുടെ കുട്ടികൾ കണ്ടിട്ട് ആ കുട്ടികളെങ്കിലും സ്കൂളിൽ പോയി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമായിട്ട് വരും. പോലീസ് വരും, സോഷ്യൽ സർവീസ് വരും. അവർ ഇത് കണ്ടെത്തിക്കഴിഞ്ഞാൽ നമുക്കത് നിയമപരമായിട്ട് പോകേണ്ടി വരും. നിയമപരമായിട്ട് പോയി അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ പരസ്പരം വീടുകളിൽ ആർഗ്യുമെൻറ്റ് ചെയ്യാതിരിക്കുക. എനിക്കറിയാം നമ്മളിവിടെ ഫസ്റ്റ് വരുമ്പോൾ കുറേ അധികം സ്ട്രഗിൾ ചെയ്യണം, എല്ലാവരുടെയും കാര്യമല്ല. കൂടുതൽ പേർക്കും കുറച്ചധികം സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. പലരും രാത്രിയും പകലും ഒക്കെ മാറിയും തിരിഞ്ഞും ജോലി ചെയ്താണ് ഇവിടുത്തെ ചിലവിനനുസരിച്ചുള്ള പൈസയൊക്കെ ഉണ്ടാക്കുന്നത്. നമ്മൾ നാട്ടിൽ നിന്ന് യു കെയിലേക്ക് വരുമ്പോൾ പ്രതീക്ഷിച്ച ഒരു ലൈഫല്ല പലർക്കും യു കെയിൽ കിട്ടിയത്. അന്നേരം അതിൻ്റെ കൂടെ ജോലി സ്ഥലത്തെ ടെൻഷൻ, അതിൻ്റെ കൂടെ ഇപ്പോൾ ഈ ഗവൺമെൻറ് തരുന്ന ടെൻഷൻ, ഓരോ ദിവസവും അവർ പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ടെൻഷൻ തന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ നമ്മളെ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നമുണ്ടാക്കുമെന്ന് അറിയാം. അന്നേരം നമ്മൾ ഇതെല്ലാം നേരിടാൻ മാനസികമായിട്ട് തയ്യാറെടുത്തിരിക്കുക. പരസ്പരം കുറ്റപ്പെടുത്തും വഴക്കും ഒഴിവാക്കുക വീടുകളിൽ. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഈ വിഷയം പറഞ്ഞ് വഴക്ക് നടന്ന 1-2 പേരെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അന്നേരം നിങ്ങൾ പരസ്പരം വഴക്കിടാതിരിക്കുക. ഈ കാര്യം ഇതൊക്കെ നമുക്ക് നേരിട്ട് മുമ്പോട്ട് പോകാം. ഫാമിലി ആകുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. ഇതെല്ലാം നേരിട്ട് മുമ്പോട്ട് പോകാനുള്ള ആത്മവിശ്വാസത്തിന് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഒരു കാര്യം പ്രത്യേകം എടുത്ത് ഓർമ്മിപ്പിക്കുകയാണ്, മക്കളുടെ മുമ്പ് വെച്ച് പ്രത്യേകം വഴക്കിടാതിരിക്കുക. നല്ലതുപോലെ മുമ്പോട്ട് പോകാൻ നോക്കുക. നമുക്കെല്ലാവർക്കും നല്ലൊരു ലൈഫ് ഉണ്ടായിരിക്കും, അതുറപ്പാണ്. അതുകൊണ്ട് നമുക്ക് നിയമങ്ങളൊക്കെ ആ വഴിക്ക് വന്നുകൊണ്ടിരിക്കും. ആ നിയമങ്ങൾ ഇപ്പോൾ പറയും നിങ്ങൾക്ക് PR കിട്ടിയവർക്ക് പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറയുന്നത്. അങ്ങനെയല്ല, ഞങ്ങളൊക്കെ ഇതേപോലെ തന്നെ സ്ട്രഗിൾ ചെയ്ത് വന്നവരാണ്. 2 പ്രാവശ്യം യു കെയിൽ നിന്ന് തിരിച്ചു പോകണമെന്ന് ഹോം ഓഫീസിൽ നോട്ടീസ് കിട്ടിയൊരു വ്യക്തിയാണ് ഞാൻ. അന്നേരം എനിക്കറിയാം അതിൻ്റെ ഒരു സ്ട്രഗിൾ, PR കിട്ടുന്നവരുള്ള സ്ട്രഗിൾ. അന്നേരം നമ്മളത് നേരിടാൻ മാനസികമായിട്ട് തയ്യാറെടുത്തിരിക്കുക. അന്നേരം നമ്മളത് ഫേസ് ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മളിവിടെ എത്തപ്പെട്ടു പോയി, അതുകൊണ്ട് ഫേസ് ചെയ്യാനുള്ള തയ്യാറെടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റ്സ് വരുവാണെങ്കിൽ തത്സമയം തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്തി ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.